ഈ ഹീറോ ഈ നാട്ടിലെ തന്നെ ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ ഒരു അമ്മയും മോളും എൻ്റെ മകളെ എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ തന്നെ മേക്കപ്പ് ചെയ്ത ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കയ്യിലും കാലിലൊക്കെ വീണിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുകയാണ്. ടൈമിലായിരിക്കും നമ്മുടെ ഹീറോനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു റൗഡി അങ്ങോട്ടേക്ക് വരുന്നത്. ആ ടൈമിലേക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇവൾ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ആ ടൈമിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ്. ഹീറോനെ അടിക്കാൻ വന്നിട്ടുള്ള മറന്നിട്ട് ഇവളുടെ ഭംഗിയിൽ അവൻ മതിമറന്നു പോവാണ്. കാണാം ഹീറോയിനെ പോരണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഇവൻ കല്യാണം തന്നെ ആലോചിക്കുകയാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കല്യാണാലോചനയൊക്കെ നടന്നിട്ട് കല്യാണം തന്നെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തന്നെ അമ്മ മേക്കപ്പിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും ഹീറോയുടെ കുടുംബം അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ വില്ലൻ ദേഹത്ത് തൊടുമ്പോഴും അവൾ വേർക്കുമ്പോഴൊക്കെ അവളുടെ മേക്കപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ തന്നെയാണ് അവളുടെ കൂടെ തന്നെ നിന്നിട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റിന് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അടുത്ത ദിവസം കുളിച്ചിട്ട് അവൾ ഹാളിലേക്ക് വരികയായിരിക്കും. അപ്പോൾ തന്നെ നീ ആരാണെന്ന് അവരുടെ അമ്മ ചോദിക്കുകയാണ്. അപ്പം ഞാനാണ് നിങ്ങളുടെ മരുമോളെന്ന് പറഞ്ഞത് അവരെല്ലാവരും ഷോക്കാവാണ്. അപ്പോൾ തന്നെ നമ്മുടെ റൗഡി നീ എന്നെ തന്നെ പറ്റിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അടിക്കാനൊക്കെ വരികയാണ്. അപ്പോൾ തന്നെ അമ്മായിയമ്മയും അവളുടെ അമ്മ ഇത് നമ്മളോട് പറയാൻ വന്നത് നമ്മളത് കാര്യമായിട്ട് എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാണ്. ഇവന് ഇവളുടെ ഭാര്യ ഒട്ടും തന്നെ ഇഷ്ടമായിരിക്കുന്നുണ്ടാവില്ല. അതേസമയം ഇവന് പുറത്ത് വേറൊരു പെണ്ണിനെ ഇഷ്ടമായിരിക്കും. പിന്നെയാണ് മനസ്സിലാവുന്നത് അത് പെണ്ണേ അല്ലാതെ നമ്മുടെ ഹീറോ ഒരു സാഹചര്യം കാരണം പെൺവേഷം കെട്ടേണ്ടി വന്നാണെന്ന്. അങ്ങനെ അതും പെണ്ണല്ലാന്ന് മനസ്സിലായതും എന്തോന്നാണ് ഞാൻ ചെയ്യേണ്ടത്, എല്ലാവരും എന്നെ പറ്റിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെ കരയാണ്. അപ്പോൾ തന്നെ ഇവൻ്റെ ഭാര്യയും നിങ്ങളെന്തിനാണ് സങ്കടപ്പെടുന്നത്, നിങ്ങൾക്ക് എന്നെക്കാളും എല്ലാവരെക്കാളും നല്ലോണം ഒരു സുന്ദരിയായിട്ടുള്ള ഹീറോയിനെ പോലെ ഒരു ഭാര്യ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അമ്മായിമ്മയും ഇങ്ങനെയുള്ളൊരു തങ്കക്കുടത്തെയാണോടാ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് വേണ്ടെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിനും പ്രഗ്നൻ്റ് ആണെന്ന് അറിയാണ്. അങ്ങനെ അവർ ഒന്നു ചേർന്ന് പിന്നെ മുന്നോട്ട് പോവാണ്.